സുരക്ഷിത സുസ്ഥിര ഗ്രാമം. നാം വസിക്കുന്ന ഈ ഭൂമി മറ്റ് ജീവജാലങ്ങൾക്കും വരും തലമുറകൾക്കും ഉപയോഗയോഗ്യമായ നിലയിൽ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു ഉപകരണമാണിത്. നാം നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ഉപകരണമാണ് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇനി നമുക്ക് ഇവയൊന്ന് പരിചയപ്പെട്ടാലോ? ഇൻസിനറേറ്റർ, പൈപ്പ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ ചേമ്പർ, അസോഡ് അടങ്ങിയ ടാങ്ക്. ഇനി നമുക്ക് ഇവയുടെ പ്രവർത്തനം നോക്കിയാലോ? ഇൻസിനറേറ്ററിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ച് അവ കത്തിക്കുന്നു. ഫലമായി ഉണ്ടാകുന്ന പുക ഈ പൈപ്പിലൂടെ വന്ന് ആക്ടിവേറ്റഡ് ചാർക്കോൾ ചേമ്പറിലെത്തുന്നു. ആക്ടിവേറ്റഡ് ചാർക്കോൾ ചേമ്പറിന് ഈ പുകയെ കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് അസോഡ് അടങ്ങിയ ടാങ്കിലെത്തുന്നു. അസോഡയ്ക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇരട്ടി ഓക്സിജൻ ആക്കി മാറ്റാനുള്ള കഴിവുണ്ട്. ഈ അസോഡ് അടങ്ങിയിട്ടുള്ള ഈ ഓക്സിജൻ ശുദ്ധ ഓക്സിജൻ ആണ്. ഈ അസോള പുറത്തുവിടുന്ന ഓക്സിജൻ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുന്നു. കൂടാതെ അത് ഉണക്കിപ്പൊടിച്ച മീനുകൾക്കും കോഴികൾക്കും കന്നുകാലികൾക്കും ഭക്ഷണമായി നൽകുന്നു. കന്നുകാലികൾ തരുന്ന ചാണകം ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചിട്ട് വീടുകളിലെ പാചക ആവശ്യത്തിനും ഇൻസിനറേറ്റർ കത്തിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി കൃഷി ആവശ്യത്തിനും ഉപയോഗിക്കുന്നു.